ഇവിടെ മേസൻസിനെ ട്രെയിൻ ചെയ്ത് വിടുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് നമ്മുടെ നാട്ടിലില്ല. ലേബറെ ട്രെയിൻ ചെയ്ത് വിടുന്നില്ല. ലേബറായിട്ട് നടക്കുന്ന ആൾ നാളെ മേസനാകുകയാണ്. അപ്പോൾ അതേപോലെ നമ്മുടെ നാട്ടിൽ ഒരു ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, വെൽഡിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് വരുന്നത്. ഒരുപാട് പേര് വെൽഡേഴ്സിൻ്റെ ഹെൽപ്പേഴ്സായിട്ട് പോകുന്നുണ്ട്. ഈ ഹെൽപ്പറായിട്ട് പോകുന്നവർ ജസ്റ്റ് വെൽഡിംഗ് റാഡ് കത്തിക്കാൻ അറിയാവുന്നവർ ഇവിടെ വെൽഡറായിട്ട് വിട്ട് വർക്ക് എടുക്കുന്നുണ്ട്. നമ്മൾ കണ്ടിട്ടുണ്ട് പലയിടത്തും കാറ്റൊക്കെ അടിച്ചിട്ട് മണ്ടയ്ക്കത്തെ റൂഫിംഗ് ഷീറ്റ് എല്ലാം കൂടെ ഇറങ്ങി താഴെ വീണേക്കുന്ന വിഷ്വൽസ് കണ്ടിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ പറയുന്നിട്ട് വെൽഡിംഗ് പണി ചെയ്യുന്നതിനകത്ത് റാഡ് കത്തിക്കാൻ അറിയാവുന്ന എല്ലാവരും വെൽഡേഴ്സ് അല്ല. അതിനുള്ള എക്സാമ്പിൾ എന്ന് വെച്ചാൽ പണ്ട് കാലത്ത് എൻ്റെ അച്ഛൻ ഒരു വെൽഡറായിരുന്നു. പിന്നെയാണ് അച്ഛൻ ഏറ്റവും വെൽഡിംഗ് ഫോർമാൻ ആയിരുന്നു, വെൽഡിംഗ് സൂപ്പർവൈസർ ആയിരുന്നു, QC ആയിട്ടൊക്കെയാണ് വന്നത്. അപ്പോൾ അച്ഛനൊക്കെ പോകുന്ന സമയത്ത് ഒരു കമ്പനി പുറത്തേക്ക് ഒരാളെ ഹയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ കൃത്യമായിട്ട് വെൽഡിംഗ് ടെസ്റ്റ് ഉണ്ട്. ഈ ടെസ്റ്റ് പാസ്സാകുമ്പോൾ എക്സ്റേ വരെ എടുത്ത് നോക്കും. വെൽഡ് ചെയ്തേക്കുന്ന ഭാഗത്തിനകത്ത് ഇത് വെൽഡിങ് കറക്റ്റ് ആണോ, അതിനകത്ത് ക്രാക്ക് ഉണ്ടോ എന്നുള്ള ടെസ്റ്റ്. കാരണം അങ്ങനെയുള്ളവരെയാണ് പുറത്തോട്ട് ഇവിടെ നിന്നുള്ള സ്കിൽഡ് ലേബേഴ്സിനെ ഓരോ ട്രാവൽ ഏജൻസീസ് ഒന്ന് ഹയർ ചെയ്തിട്ട് ഏതെങ്കിലും IT ഇൻസ്റ്റിറ്റ്യൂട്ടിനകത്ത് വെച്ചിട്ട് ഇതിൻ്റെ ടെസ്റ്റ് നടത്തിയിട്ടാണ് ഹയർ ചെയ്താണ് കൊണ്ടുപോകുന്നത്. ഇവിടെ ഇങ്ങനെ ഒരു ഗൈഡ് ലൈൻ ഇല്ല ആക്ച്വലി.